വർഷത്തിൽ 12 ദിവസം മാത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ ദേവിയുടെ നട തുറക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് ഞാനും എൻ്റെ അമ്മയും നേരെ പോയത് എറണാകുളം ജില്ലയിലെ ആലുവയിലുള്ള തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ്. ഞങ്ങൾ വെർച്വൽ ക്യൂയിൽ ടെമ്പിൾ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ജനുവരി 2-നായിരുന്നു നട തുറപ്പ്. ഞങ്ങൾക്ക് കിട്ടിയ സ്ലോട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ 5 to 6 AM ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയാ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തലേന്ന് പോയത്. വഴിപാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റെസിപ്റ്റ് ഒക്കെ ആക്കി വെക്കാമല്ലോ, ഇതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ അവിടെ പോയപ്പം അവിടുത്തെ അവർ പറഞ്ഞു ഈ ജനറൽ ക്യൂ പെട്ടെന്ന് മൂവ് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് കണ്ടോളൂ എന്നുള്ളത്. 1 മണിക്കൂറോളം നിൽക്കേണ്ടി വന്നെങ്കിലും പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ക്യൂ. ദേവിയുടെ ഇഷ്ട വഴിപാടായി അറിയപ്പെടുന്നത് പറനിറയ്ക്കലാണ്. അത് മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തു വരുന്നത്. വേറെയുണ്ട് കാര്യങ്ങൾ, നെല്ലുണ്ട്, മലരുണ്ട്, പൂവുണ്ട്, അങ്ങനെ പലതരം ഉണ്ട്. എക്സിറ്റ് സൈഡിൽ കുറേ ഷോപ്സും സ്റ്റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഈ സ്നാക്സ് ഒക്കെ തൂക്കിയിട്ടത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് കിട്ടിയ കൺഫർമേഷനും നമ്മുടെ ഒരു ആധാർ കാർഡും ആ ബുക്കിംഗ് റെഫറൻസ് നമ്പറും കൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവർ എത്രയാണോ അത്രയും ടോക്കൺസ് നമുക്ക് തരും. വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വളരെ പണ്ട് പാർവതി ദേവി ശിവനുള്ള നൈവേദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ബ്രാഹ്മണൻ എത്തി നോക്കി. ഇത് കണ്ട ദേവി ദേഷ്യപ്പെടുകയും ഇറങ്ങിപ്പോവാന്ന് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ എല്ലാവരും കൂടെ ക്ഷമയാചിച്ച് പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു മഹാദേവന്റെ പിറന്നാൾ സമയം, അതായത് അറൗണ്ട് ധനുമാസത്തിലെ തിരുവാതിര, ആ സമയത്ത് ദേവി ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെയാണ് ഈ 12 ദിവസത്തെ നട തുറപ്പ് സംഭവം വന്നത്. വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ സതീദേവി പ്രതിഷ്ഠ കൂടി ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ ദർശനവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അതിന് തൊട്ടടുത്തുള്ള ദക്ഷിണാമൂർത്തിയുടെ അമ്പലത്തിലാണ്. കേരളത്തിലെ തന്നെ ഹ്യൂമൻ ഫോമിലുള്ള ഒരേ ഒരു ദക്ഷിണാമൂർത്തി ക്ഷേത്രമാണ് ഇത്. ഒരു 6 മണി സമയം, സൂര്യൻ വന്നിട്ടില്ല, അധികം തണുപ്പുമില്ല എന്നാൽ ചൂടുമില്ല, നല്ല സൈലൻസ്, അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ഭക്തിഗാനം മാത്രം, അധികം തിരക്കില്ല, ആൾക്കൂട്ടമില്ല, ഭയങ്കര പീസായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല പോസിറ്റിവിറ്റി ആയിരുന്നു. എനിക്കിതെങ്ങനെയാണ് വേർഡ്സിൽ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ക്ഷേത്രം തന്നിട്ടുള്ളത്. അതങ്ങനെ ആവാണ്ടിരിക്കാൻ വഴിയില്ലല്ലോ. ദക്ഷിണാമൂർത്തി എന്ന് പറയണത് ആദിഗുരു ആണല്ലോ.